സെന്റ് തൊട്ട് 15 ഏക്കർ വരെയുള്ള, അതോ 5 ഏക്കർ വരെയുള്ളത് ഞാൻ മറന്നുപോയി, നമ്മൾ ആ ഭൂമി സർക്കാരിന് വിട്ടുകൊടുത്താൽ, വനഭൂമിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. ആ മേഖലയിലുള്ള 25ഓളം കൃഷിക്കാര് ഗവൺമെന്റുമായിട്ട് എഗ്രിമെന്റ് നടത്തി അവരെ രേഖകളെല്ലാം സമർപ്പിച്ച് അവര് അംഗീകരിച്ചതിന് ശേഷം അവിടെയുള്ള ദേഹണ്ണങ്ങളെ നമ്മൾ വെട്ടിക്കളണെന്ന് പറയുന്നത്. അവരവിടെ ഉണ്ടാകുന്ന റബ്ബറും മറ്റ് കൃഷി സാധനങ്ങളുമെല്ലാം ചെടികളെല്ലാം വെട്ടി നശിപ്പിച്ചതിന് ശേഷം അതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ സമയമായപ്പോൾ അവർ പറയുകയാണ് ആധാരമുള്ള സ്ഥലമാണ്, ഇതിന് പട്ടയരേഖ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കേരളത്തില് നമുക്കറിയാം ഒട്ടുമിക്ക മേഖലകളിൽ 100-150 വർഷമായിട്ട് ആളുകൾ താമസിക്കുന്ന നമ്മുടെ വസ്തുവിന് ഈ നാട്ടിൽ എങ്ങും പട്ടയമില്ല, ആധാരമേ ഉള്ളൂ. അപ്പൊ ഈ നാട്ടിലെ കൃഷിക്കാരെ പറഞ്ഞു പറ്റിച്ച് അവർക്ക് നിങ്ങൾ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, അവരുടെ ദേഹാണ്ടങ്ങളെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ സർക്കാർ പറയുക പട്ടയം കൊണ്ടുവരാൻ. അവർ പല ഓഫീസുകൾ കയറി ഇറങ്ങി. ഇന്ന് പി ജെ ജോസഫിന്റെ അപ്പച്ചനെ MLA കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. നിങ്ങളും ഇതുപോലെയുള്ള കളിപ്പിരിൽ വീണു പോകരുത്. ഇവർ പറയുന്നത് 5 സെന്റ് തൊട്ട് മുകളിലേക്ക് വിട്ടുകൊടുത്താൽ 15 ലക്ഷം രൂപ കിട്ടുവാണ്. ഈ രീതിയിലുള്ള ദ്രോഹ നടപടികളാണ് ഇന്നിവിടെ പോകുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്തട്ടെ, ഇപ്പൊ ഒരു കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് വന്നു. ഈ കേന്ദ്ര ബജറ്റില് അവർ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് കാണിച്ച് അവർ പറയുന്നത് ആദായ നികുതി പരിധി 12 ലക്ഷം രൂപയാക്കിയെന്നാണ്. ഈ നാട്ടില് ആദായ നികുതി കൊടുക്കുന്ന എത്ര ശതമാനം ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര പേര് ആദായ നികുതി കൊടുക്കുന്നുണ്ട്? ഇന്ത്യയിലെ 140 കോടി ജനങ്ങളില് കേവലം 2.2%, അതായത് ഏതാണ്ട് 3 കോടി താഴെ വരുന്ന ജനങ്ങളാണ് ആദായ നികുതി കൊടുക്കുന്നത്. ഇതാണ് ഈ കഴിഞ്ഞ ബജറ്റിലെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് പറയുന്നത്. പ്രതിപക്ഷം അതവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 140 കോടി ജനങ്ങളില് 137 കോടി ജനങ്ങളും ആവശ്യപ്പെടുകയാണ് ആദായ നികുതി മാറ്റി, പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് ആദായം ഉണ്ടാക്കി തരൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്.